ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, നമ്മളൊരു ക്ലാസ് കഴിഞ്ഞു. അതിൽ കാര്യമായിട്ട് എന്തൊക്കെയാണ് ഒരു ഷെയ്ഖിൻ്റെ അത്യാവശ്യകത നമ്മൾ പറഞ്ഞു. ആ ഷെയ്ഖ് എങ്ങനെയാവണം എന്നുള്ളതും പറഞ്ഞു. ഇനി ആ ഷർത്തുകളൊക്കെ ഒത്ത ഒരു ഷെയ്ഖിനെ ഒരാൾക്ക് ലഭിച്ചാൽ വമൻ സഅദതുഹു സഅദതു ഫവജദ ഷെയ്ഖൻ കമാ ദക്കർനാ വഖബിലഹു ഷെയ്ഖു ഫയംബഗി അൻ യഹ്തരിമഹു ളാഹിറൻ വബാത്തിന. വമൻ സഅദതുഹു സഅദതു, ആർക്കെങ്കിലും തൻ്റെ ഭാഗ്യം തുണച്ചാൽ, തനിക്ക് ഭാഗ്യം ലഭിച്ചാൽ എന്നർത്ഥം, ഒരാൾക്ക് ഭാഗ്യം തുണച്ചാൽ, ഫവജദ ഷെയ്ഖൻ കമാ ദക്കർനാ, നാം പറഞ്ഞതുപോലെ ആ ഷർത്തുകളൊക്കെ ഉൾക്കൊണ്ട ഒരു ഷെയ്ഖിനെ ഒരാൾക്ക് ലഭിച്ചാൽ, വഖബിലഹു, അവനെ സ്വീകരിക്കുകയും ചെയ്തു, ആ ഷെയ്ഖ് അവൻ്റെ നേതാവായിട്ട്, അവൻ്റെ ത്വരീഖത്തിൻ്റെ മുറബ്ബിയായ ഷെയ്ഖായിട്ട് ഒരാൾ അവന് കിട്ടി. അദ്ദേഹം ഇയാളെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. ഫയംബഗി അൻ യഹ്തരിമഹു ളാഹിറൻ വബാത്തിന. അങ്ങനെ കിട്ടിയാൽ അദ്ദേഹത്തെ മനസ്സിൻ്റെ ഉള്ളുകൊണ്ടും ശരീരത്തിൻ്റെ പുറംഭാഗം കൊണ്ടും, പുറത്തേക്കും ഉള്ളിലേക്കും അദ്ദേഹത്തെ നന്നായിട്ട് ബഹുമാനിക്കണം. ലാഹിറം നൽകും, ബാത്തുനം നൽകും. വെറും ലാഹിറം നൽകി പുറമെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനം, ഉള്ളിക്ക് തീരല്ല, അത് പാടില്ല. അല്ലെങ്കിൽ വെറും ഉള്ളിൽ, പുറമേക്ക് കാണുമ്പോൾ അങ്ങനെ ഒരു ബഹുമാനേ കാണിക്കുന്നില്ല, അതുമല്ല. രണ്ട് നിലക്കും ബഹുമാനം കാണിക്കണം. അമ്മഹ്തിറാമുൽ ലാഹിരി. അപ്പോൾ നമ്മൾ ലാഹിരിയായിട്ടുള്ള ബഹുമാനം എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നറിയോ? ഫഹുവ, അത് അല്ലാ യുജാദിലഹു, അദ്ദേഹത്തോട് വഴക്ക് കൂടാതിരിക്കലാണ്, അദ്ദേഹത്തോട് സംവാദം നടത്താതിരിക്കലാണ്. അല്ലാ യുജാദിലഹു, അദ്ദേഹത്തിനോട് വാക്പയത്തിൽ ഏർപ്പെടാതിരിക്കുകയാണ്, അദ്ദേഹത്തിനോട് സംവാദത്തിൽ ഏർപ്പെടാതിരിക്കലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വഴക്ക് കൂടാതിരിക്കലാണ്. വലാ യഷ്ഗല ബിൽ ഇഹ്തിജാജ് മഅഹു, അദ്ദേഹത്തിനോട് സംവാദം കൊണ്ട് ജോലിയാവാതിരിക്കലാണ്, അദ്ദേഹത്തിനെതിരെ തെളിവ് ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വാക്പയത്തിൽ ഏർപ്പെടാതിരിക്കലാണ്. ഫി കുല്ലി മസ്അലത്തിൻ, എല്ലാ വിഷയങ്ങളിലും, എന്ത് ഇഷ്യൂ ആവട്ടെ, എല്ലാ ഇഷ്യൂയിലും അദ്ദേഹത്തിനോട് എന്തെങ്കിലും ഒരു സംഗതി സംഭവിച്ചാൽ അപ്പോൾ മൂപ്പരോട് എന്തെങ്കിലും എന്താവുക, അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുക, അദ്ദേഹത്തോട് തെളിവ് ചോദിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. വ ഇൻ അലിമ ഖത്അഹു, ഇദ്ദേഹം ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാലും ശരി, വലാ യുൽഖിയ ബൈന യദൈഹി സജ്ജാദതഹു, തൻ്റെ മുന്നിൽ, വലാ യുൽഖിയ ബൈന യദൈഹി, ആ ഷെയ്ഖിൻ്റെ മുന്നിൽ ഇടാൻ പാടില്ല, സജ്ജാദതഹു, തൻ്റെ മുസല്ല വിരിക്കാൻ പാടില്ല, ഇല്ലാ വഖത അദാഇ സ്വലാത്തി, നിസ്കാരം നിർവഹിക്കുന്ന സമയത്തൊഴികെ. ഫഇദാ ഫരിഗ, അപ്പോൾ ഇനി അവൻ്റെ നിസ്കാരമൊക്കെ തീർന്നാൽ, യർഫഉഹ, ആ മുസല്ല ഉയർത്തണം, എടുത്തു മാറ്റണം. അപ്പോൾ തൻ്റെ ഷെയ്ഖിൻ്റെ മുന്നിൽ മുസല്ലയിട്ട് വലിയ ആളാവാൻ, ഒരു ഇമാമായി നിൽക്കാൻ, തൻ്റെ ഷെയ്ഖിൻ്റെ മുന്നിൽ നിൽക്കാൻ അത്ര വലിയ ആളായിട്ടില്ല എന്നുള്ള തവാളുവിൻ്റെ പ്രകടനമാണ് അത്. ഫഇദാ ഫരിഗ യർഫഉഹ, അതിൽ നിന്ന് വിരമിച്ചാൽ ആ മുസല്ല ഉയർത്തുകയും വേണം. വലാ യുക്സിറ നവാഫില സ്വലാത്ത് ബി ഹദറത്തിഹി, ആ ഷെയ്ഖിൻ്റെ ഹദറത്തിൽ വെച്ച്, ആ ഷെയ്ഖിൻ്റെ സവിധത്തിൽ നിന്ന് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കരുത്. അപ്പോൾ ഞാൻ ഷെയ്ഖിനേക്കാൾ വലിയ ആളാണ് എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ഷെയ്ഖിൻ്റെ മുന്നിൽ നിന്ന് കുറേ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുക, അതും പാടില്ല. വയഅമല മാ യഅ്മുറുഹു ഷെയ്ഖു മിനൽ അമലി ബിഖദ്രി വുസ്ഇഹി വതോഖതിഹി, വയഅമല, ഇവൻ നിർവഹിക്കുകയും വേണം, പ്രവർത്തിക്കുകയും വേണം. എന്ത് പ്രവർത്തിക്കണം? മാ യഅ്മുറുഹു ഷെയ്ഖു, തൻ്റെ ഷെയ്ഖ് തന്നോട് നിർദ്ദേശിക്കുന്നതെന്തോ, കൽപ്പിക്കുന്നതെന്തോ, അതെല്ലാം നിറവേറ്റുകയും പ്രാവർത്തികമാക്കുകയും വേണം.
മിനൽ അമലി ഓരോ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രാവർത്തികമാക്കണം. എത്ര കണ്ട് പ്രാവർത്തികമാക്കണം? ബി ഖദരി വുസ്അഹി വ ത്വാഖതിഹി, തൻ്റെ കഴിവിനനുസൃതമായിട്ട്, തൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത് പ്രവർത്തിക്കുകയും വേണം. വുസ്അത്ത് എന്നൊക്കെ പറഞ്ഞാൽ കഴിവ് എന്നർത്ഥം. തനിക്ക് തൻ്റെ ആവത് പ്രകാരം ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുകയും വേണം. ഇതാണ് എഹ്തിറാമുൽ ലാഹിർ എന്ന് പറഞ്ഞത്. ഇനി എന്താണ് എഹ്തിറാമുൽ ബാത്തിനി? ബാത്തിനിയായിട്ട് മനസ്സുകൊണ്ട് ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഹുവ അന്ന കുല്ലമാ യസ്മഉ മിന ഷെയ്ഖി, അത് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഷെയ്ഖിൽ നിന്ന് കേൾക്കുന്നതെല്ലാം വ യഖ്ബലു മിൻഹു ഫിൽ ലാഹിരി, ആ ഷെയ്ഖിൽ നിന്ന് ലാഹിറൻ നിലക്ക് പുറമേക്ക് സ്വീകരിക്കുന്നതെല്ലാം ലാ യുൻകിറുഹു ഫിൽ ബാത്തിനി, അതിൻ്റെ ബാത്തിനിൽ, കൽബിൽ, ഹൃദയത്തിൽ, മനസ്സുകൊണ്ട് അതിനെ നിഷേധിക്കാൻ പാടില്ല. അപ്പോൾ കുറേ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ട്, അപ്പോൾ ഇവന് മനസ്സിൽ വിചാരിക്കാൻ പാടില്ല എന്താ ഇപ്പം ഇത്രത്തോന്ന് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ഈ ദിക്ർ അല്ലണതിൻ്റെ പകരം വേറെ എന്തെങ്കിലും ദിക്റല്ല പോരെ. അങ്ങനെ ഇൻകാറിൻ്റെ ഒരു സ്വഭാവം മനസ്സിലുണ്ടാകാൻ പാടില്ല. ലാ ഫിഅലൻ വലാ ഖൗലൻ, സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അല്ല യത്തസിമ ബിൻ നിഫാഖയും, അല്ല യത്തസിമ മുദ്ര കുത്താതിരിക്കാൻ, അല്ല യത്തസിമ മുദ്ര കുത്താതിരിക്കാൻ, ബിൻ നിഫാഖി കാപ്പട്യം കൊണ്ട് മുദ്ര കുത്താതിരിക്കാൻ. അപ്പോൾ ഇവനിൽ കാപ്പട്യമുണ്ട്, നിഫാഖിൻ്റെ സ്വഭാവമുണ്ട് ഇവനിൽ എന്ന് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വ ഇല്ലം യസ്തതി യത്രുക് സുഹബതഹു ഇലാ അൻ യുവാഫിഖ ബാത്തിനുഹു ലാഹിറഹു. വ ഇല്ലം യസ്തതി, ഇനി ഇതിന് സാധിച്ചില്ല എങ്കിൽ, ഇങ്ങനെ ലാഹിറൻ നൽകും ബാത്തിനും നൽകും ഈ ഷെയ്ഖിനെ പിന്തുടരാൻ ഇവന് സാധിച്ചില്ല എങ്കിൽ, യത്രുക് സുഹബത്തഹു, അന്നേരത്ത് ഇദ്ദേഹത്തോടുള്ള സുഹബത്ത്, ആ ഒരു സാമീപ്യം ഒഴിവാക്കട്ടെ. ഇലാ അൻ യുവാഫിഖ, ഏതുവരെ ഒഴിവാക്കണം? ഇലാ അൻ യുവാഫിഖ ബാത്തിനുഹു ലാഹിറഹു, തൻ്റെ ബാത്തിന് ലാഹിറിനോട് യോജിച്ച് വരുന്നത് വരെ. അല്ലാതെ ലാഹിറിലൊന്നും ബാത്തിനിൽ മറ്റൊന്നും അത് പാടില്ല. വ അൻ യഹ്തരിസ, ഇവൻ സൂക്ഷിക്കുകയും വേണം, സൂക്ഷ്മത പുലർത്തുകയും വേണം. അൻ മുജാലസതി സ്വാഹിബി സൂഇ, വേണ്ടാത്തരത്തിൻ്റെ ആളുകൾ, വേണ്ടാത്തരം ചെയ്യുന്ന ആളുകളുടെ സദസ്സിനെ തൊട്ട് ഇവൻ സൂക്ഷ്മത പുലർത്തുകയും വേണം. വേണ്ടാത്തരം ചെയ്യുന്നവരുടെ കൂട്ടുകെട്ടിനെ തൊട്ട്, അവരോട് കൂടെ ഇരിക്കുന്നതിനെ തൊട്ട് ഇവൻ സൂക്ഷ്മത പുലർത്തുകയും വേണം. ലി യഖ്സുറ വിലായത്തു ഷയാത്വീനിൽ ജിന്നി വൽ ഇൻസി മിൻ സഹനി ഖൽബിഹി. ലി യഖ്സുറ, കുറയാൻ വേണ്ടിയിട്ട്. എന്ത് കുറയാൻ വേണ്ടിയിട്ടാണ്? വേണ്ടാത്തരം ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള മുജാലസത്ത് പാടില്ല എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലി യഖ്സുറ, കുറക്കാൻ വേണ്ടിയിട്ട്. വിലായത്ത ഷയാത്വീനിൽ ജിന്നി വൽ ഇൻസി, മനുഷ്യന്മാരിലും ജിന്ന് വർഗത്തിലും പെട്ട ഷെയ്ത്താന്മാർ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ജിന്ന് വർഗത്തിലുള്ള ഷെയ്ത്താന്മാരുടെ ഭരണം, ഇവനിലുള്ള ഭരണം അല്ലെങ്കിൽ സ്വാധീനം, അവനിലുള്ള വിലായത്ത്, അവനിലുള്ള ആ ഭരണം കുറക്കാൻ വേണ്ടിയിട്ട്. മിൻ സഹനി ഖൽബിഹി, അവൻ്റെ കൽബാകുന്ന, അവൻ്റെ ഹൃദയമാകുന്ന ആ തളികയിൽ നിന്ന് ഷെയ്ത്താൻ്റെ വിലായത്തിനെ എടുത്തു കളയാൻ വേണ്ടിയിട്ട്, ഷെയ്ത്താൻ്റെ സ്വാധീനം, ഷെയ്ത്താൻ്റെ ഭരണത്തെ ചുരുക്കാൻ വേണ്ടിയിട്ട്, അത് കുറക്കാൻ വേണ്ടിയിട്ട്. ഫയുസഫ, അങ്ങനെ ശുദ്ധീകരിക്കപ്പെടും, സംസ്കരിക്കപ്പെടും. അൻ ലൗസി ഷെയ്ത്വനത്തിൻ്റെ ഷെയ്ത്വാനിയായ സ്വഭാവം, അതാണ് ഷെയ്ത്വനത്ത് എന്ന് പറഞ്ഞാൽ.
പൈശാചിക സ്വഭാവമാകുന്ന ആ ഒരു മ്ലേച്ഛതയിൽ നിന്ന്, ആ ഒരു മാലിന്യത്തിൽ നിന്ന് അവൻ സംസ്കരിക്കപ്പെടും, സംശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. വഅല കുല്ലി ഹാലിൻ അൻ യഖ്താറൽ ഫഖ്റ അലൽ ഗിന, ഏതവസ്ഥയിലാണെങ്കിലും വഅല കുല്ലി ഹാലിൻ, എല്ലാ അവസരത്തിലും അൻ യഖ്താറൽ ഫഖ്റ, ദാരിദ്ര്യത്തെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അലൽ ഗിന, ഐശ്വര്യത്തിനേക്കാൾ, സമ്പത്തിനേക്കാൾ ദാരിദ്ര്യത്തെ സദാസമയത്ത് തിരഞ്ഞെടുക്കുകയും വേണം. അർത്ഥങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി എന്താ കിട്ടാത്ത വാക്കേതാണ്? സഹൻ എന്ന് പറഞ്ഞാൽ തളിക എന്നാണ്. പിന്നെ യുസഫ ശുദ്ധീകരിക്കുക, ലൗസ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛത എന്നൊക്കെയാണ് അർത്ഥം. പിന്നെ യത്തസിമ ബിൻ നിഫാഖ്, നിഫാഖ് കൊണ്ട് മുദ്ര കുത്തുക എന്നാണ് അർത്ഥം. ഇത്രയല്ലേ ഇതിൽ കിട്ടാത്ത വാക്ക്? എന്നാൽ നമുക്ക് ബാക്കി നോക്കാം. സുമ്മഅലം, പിന്നെ നീ മനസ്സിലാക്കുക. എന്ത് മനസ്സിലാക്കുക? അന്ന തസൗഫ ലഹു ഖസ്ലതാനി, തസൗഫിന് 2 സ്വഭാവമുണ്ട്. അൽ ഇസ്തിഖാമത്തു, രണ്ട് കാര്യങ്ങളുണ്ട്. തസൗഫ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ പാലിച്ചോ എന്നാൽ അദ്ദേഹത്തിൻ്റെ തസൗഫ് കംപ്ലീറ്റായി, അദ്ദേഹത്തിൻ്റെ സ്വഭാവ സംസ്കരണം കംപ്ലീറ്റായി എന്നാണ്. അന്ന തസൗഫ ലഹു ഹസ്ലത്താനി, അതിന് 2 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? അൽ ഇസ്തിഖാമത്തു, നേരെ നിൽക്കുക, ചൊവ്വായി നിൽക്കുക. വസ്സുകൂനു അനിൽ ഖൽഖി, സൃഷ്ടികളെ തൊട്ട് ശാന്തമായിരിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഫമൻ ഇസ്തഖാമ, അപ്പോൾ ഒരാൾ ചൊവ്വായി നിന്നു. ഫമൻ ഇസ്തഖാമ വഹ്സന ഖുലുഖഹു ബിന്നാസി, ജനങ്ങളോടുള്ള സ്വഭാവം നന്നാക്കുകയും ചെയ്താൽ, വആമലഹും ബിൽ ഹൽമി, സഹനതയോടെ പെരുമാറുകയും ചെയ്താൽ, ഫഹുവ സഫിയുൻ, അവൻ സംശുദ്ധനാണ് എന്ന് നമുക്ക് വിളിക്കാം. വൽ ഇസ്തിഖാമത്തു, ചൊവ്വായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഹിയ അൻ യഫ്ദിയ ഹല്ല നഫ്സിഹി ലി നഫ്സിഹി. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അൻ യഫ്ദിയ, അവൻ ബലി നൽകലാണ്, അവൻ ഫിദിയ നൽകലാണ്. ഹല്ല നഫ്സിഹി, തൻ്റെ നഫ്സിന് കിട്ടിയ ഭാഗ്യത്തെ, ലി നഫ്സിഹി, തൻ്റെ നഫ്സിന്. വ ഹുസ്നുൽ ഖുലുഖി ബിന്നാസി, പിന്നെ ജനങ്ങളോട് നല്ല നിലയ്ക്ക് പെരുമാറുക എന്ന് പറഞ്ഞത് ഹുവ അല്ലാ തഹ്മില നാസ അല മുറാദി നഫ്സിക, അല്ലാ തഹ്മില, ജനങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കുക, അന്നാസ, ജനങ്ങളെ, അല മുറാദി നഫ്സിക, നിൻ്റെ ശരീരം ഉദ്ദേശിക്കുന്നത് എന്താണോ അതിലേക്ക് ജനങ്ങളെ വലിച്ചെടുക്കാതിരിക്കുക. ബൽ തഹ്മലു നഫ്സക, നിൻ്റെ നഫ്സിനെ പ്രേരിപ്പിക്കുക, അല മുറാദിഹിം, അവരുടെ ഉദ്ദേശത്തിൻ്റെ മേൽ. അവരെന്താണോ ഉദ്ദേശിച്ചത് അതിനനുസരിച്ച് നീ നടക്കുക. മാലം യുഖാലിഫു ഷർഅ, അവർ ഷർഇനോട് വിരുദ്ധമാവാത്ത കാലത്തോളം അവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് നീ നടക്കുക. അപ്പോൾ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഐ യഫ്ദിയ ഹല്ല നഫ്സിഹി, സ്വന്തം ശരീരത്തിൻ്റെ ഹല്ല്, സ്വന്തം ശരീരത്തിന് തനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ അത് ബലി നൽകുക, ഫിദിയ നൽകുക. ആർക്ക് വേണ്ടിയിട്ട്? ലി നഫ്സിഹി, ആ ജനങ്ങളുടെ നഫ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരാളുടെ നഫ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ തനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക. ദുന്യവിയായി ഐഹികമായി കിട്ടുന്ന സൗഭാഗ്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക. പിന്നെ ഹുസ്നുൽ ഖുലുഖി ബിന്നാസ്, ജനങ്ങളോട് നല്ല നിലയ്ക്ക് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ സ്വന്തം ആഗ്രഹങ്ങൾ, ഇച്ഛകൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സ്വന്തത്തിൻ്റേതാക്കിയിട്ട്, ശറഇനോട് വിരുദ്ധമാകാത്ത കാലത്തോളം അത് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ സ്വന്തത്തിൻ്റേതാക്കുക. എന്നിട്ട് അത് സ്വന്തത്തിൻ്റെ ആഗ്രഹം എന്ന രീതിയിൽ അത് നിറവേറ്റി കൊടുക്കുകയും ചെയ്യുക. അതൊക്കെയാണ് ആ 2 ഖസ്ലത്താണ്. ഇനി ബാക്കി പിന്നീടാവാം. ഇത്രയും കാര്യങ്ങളാണ് ഈ പീരീഡ് എടുക്കുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.